നമസ്കാരം. നാം ഏവരും സർവ്വസാധാരണമായി കാണുന്ന ഒരു ജീവിയാണ് കാക്ക. സനാതന ധർമ്മത്തിൽ കാക്കയ്ക്ക് വലിയ സ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കർമ്മങ്ങളുടെ ദൈവമായ ശനിദേവന്റെ വാഹനം കൂടിയാണ് കാക്ക. അതിനാൽ ശനിദേവന്റെ അനുഗ്രഹത്തെയും അതേപോലെ ശനി കോപത്തെയും കാക്കയിലൂടെ സൂചിപ്പിക്കുന്നതാകുന്നു. എന്നാൽ കാക്കകൾ പിതൃക്കളുടെ ദൂതരായും കണക്കാക്കുന്നതുമാണ്. പിതൃലോകത്തു നിന്നും ഭൂമിയിൽ അവരുടെ സന്ദേശവുമായി ഇവർ എത്തുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ കാക്കയെ നാം അനാവശ്യമായി ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. ഇതിലൂടെ പിതൃകോപത്തോടൊപ്പം ശനി കോപവും വന്നു ചേരുന്നതിന് കാരണമായി തീരും. ചില നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ കാക്ക വരുന്നത് ഏറ്റവും ശുഭകരമായി തന്നെയാണ് കണക്കാക്കുന്നത്. അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ചകൾ വന്നു ചേരും. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വന്നു ചേരുന്നതായ ആ ശുഭകരമായ ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ കാക്ക വരികയും ആഹാരം കഴിക്കുകയും ചെയ്യുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു. കർമ്മരംഗത്ത് പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും എന്നും ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ ഇല്ലാതെയാകും എന്നാണ് പറയുക. പിതൃപ്രീതിയാലും ശനി പ്രീതിയാലും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അല്പം ആഹാരം കാക്കയ്ക്ക് നൽകുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. നൽകാതിരിക്കരുത് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം ചെയ്യുക. കാക്കയ്ക്ക് അല്പം ആഹാരം നിത്യവും നൽകുക. ഇതിലൂടെ തെറ്റിദ്ധാരണകൾ ഒഴിയും എന്നാണ് പറയുക. മനസന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും. ഏത് കാര്യത്തിനും അർഹമായ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരും. പെട്ടെന്ന് ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരും. ശനിദേവൻ ഇവർക്ക് അനുകൂലമായി മാറും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. പിതൃപ്രീതി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാണ്. അതിനാൽ ഭരണി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുവാൻ കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ ചില പ്രത്യേകമായ ഫലങ്ങൾ അവർക്ക് വന്നു ചേരും. ഇവർ നൽകാതിരിക്കരുത്. അഥവാ ഈ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുനാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാം. അതായത് ഐക്യം വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. കുടുംബത്തിന് ഉയർച്ച വന്നു ചേരും. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ രോഹിണി നക്ഷത്രക്കാർ ഇപ്രകാരം കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ഏറ്റവും സവിശേഷമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ്. മകീര നക്ഷത്രക്കാരായ വ്യക്തികളുണ്ട് എങ്കിൽ കാക്കയ്ക്ക് ആഹാരം നൽകുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രത്യേകമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ഇഷ്ട ആഹാര സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ ആഹാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സന്തോഷം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. കിഴക്ക് ദിശയിൽ പ്രത്യേകിച്ചും ഇവ വരുന്നതും കരയുന്നതും ഭാഗ്യമായി തന്നെ പരാമർശിക്കാം. അതിനാൽ ഈ നക്ഷത്രക്കാർ ഉള്ള വീടുകളിൽ കാക്ക വരുന്നത് പോലും ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കാം. പൂരം നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നൽകുക. വരുന്നത് പോലും ഏറ്റവും ശുഭകരമാകുന്നു. സന്താനങ്ങൾക്ക് ഉയർച്ച, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, കുടുംബത്തിൽ സന്തോഷം നിറയും തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രത്യേകിച്ചും മഞ്ഞ വസ്തുക്കൾ വീടുകളിൽ ഇട്ടാൽ ഉറപ്പിക്കുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമുണ്ട്. അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാകുന്നു. അതിനാൽ തീർച്ചയായും കാക്ക വീടുകളിൽ വരുമ്പോൾ ഈ നക്ഷത്രക്കാർ ആഹാരം നൽകുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. മക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടാകാം. ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും ഉയർച്ച വന്നു ചേരുവാനും സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ചകൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർ പ്രത്യേകിച്ചും കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഭാഗ്യം വർദ്ധിക്കും.
കൂടാതെ കാക്ക ഇവരുടെ വീടുകളിൽ നിന്നും ആഹാരം കഴിക്കുന്നതിലൂടെ കഷ്ടതകൾ നീങ്ങും എന്നാണ് പറയുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതിനാൽ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മകം നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്ര നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ കാക്ക വീടുകളിൽ വരുന്നതും അവയ്ക്ക് ആഹാരം നൽകുകയും ചെയ്യുന്നതിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും സംഭവിക്കാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലുള്ള ധനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതിനും ഉയർച്ച ആഗ്രഹിച്ചതായ തൊഴിൽ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഭാഗ്യം നിങ്ങൾക്ക് വർദ്ധിക്കാം. അതിനാൽ ഏറ്റവും ശുഭകരം തന്നെയാണ് ഉത്രം നക്ഷത്രക്കാരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവരോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളോ പ്രത്യേകിച്ചും അമ്മയോ അല്ലെങ്കിൽ മാതാപിതാക്കളോ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചിത്തിര നക്ഷത്രക്കാർ കാക്കയ്ക്ക് ആഹാരം നൽകുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും പങ്കാളിയുമായി ബന്ധപ്പെട്ട സ്നേഹം വർദ്ധിക്കും. സന്താനങ്ങളാൽ ഉയർച്ച വന്നു ചേരും. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. അതിനാൽ പ്രത്യേകിച്ചും ഇവർ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് പെട്ടെന്ന് തന്നെ ഫലങ്ങൾ സിദ്ധിക്കുവാൻ സഹായകരമായി തീരും. എല്ലാ നക്ഷത്രക്കാരും ഇപ്രകാരം നൽകുന്നത് ശുഭകരമാണ്. എന്നിരുന്നാൽ പോലും ഇവർ നൽകാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാർ പ്രത്യേകിച്ചും വീടുകളിലുണ്ട് എങ്കിൽ കാക്ക വീടുകളിൽ വരുന്നതിലൂടെ നിങ്ങൾ തീർച്ചയായും ആഹാരം നൽകുക. ഇങ്ങനെ നൽകുന്നതിലൂടെ പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലുള്ള തെറ്റിദ്ധാരണകൾ, പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ നീങ്ങുകയും അംഗീകാരങ്ങൾ, ആഗ്രഹ സാഫല്യം എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രത്യേകിച്ചും വടക്ക് ദിശയിലിരുന്ന് കരയുകയാണ് എങ്കിൽ ധനപരമായ ലാഭങ്ങൾ വന്നു ചേരാം. എവിടെയും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അതിനാൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അനിഴം നക്ഷത്രക്കാരാണ് എങ്കിൽ തീർച്ചയായും നിത്യവും കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മനസമാധാനം നിങ്ങൾക്ക് വർദ്ധിക്കും. പെട്ടെന്ന് തന്നെ ഫലം ലഭിച്ചു തുടങ്ങും. ഇഷ്ട ആഹാര ലബ്ധി, സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുകയും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യും. ധനപരമായും അല്ലാതെയും നേട്ടങ്ങളും വന്നു ചേരാം. അതിനാൽ കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുവാൻ ശ്രമിക്കുക. അവിട്ട നക്ഷത്രക്കാർ ഏത് കാര്യം ചെയ്താലും ഗുണകരമായി മാറും. കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിലൂടെ ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സസ്യങ്ങൾക്കിടയിലിരുന്ന് കാക്ക കരയുന്നത് ഇവർ കാണുകയാണ് എങ്കിൽ അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാം. ആരോഗ്യം വർദ്ധിക്കുന്നതിൻ്റെയും ഭാഗ്യം വർദ്ധിക്കുന്നതിൻ്റെയും സൂചനയായി തന്നെ കണക്കാക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമാകുന്നു. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാകുന്നു. നിത്യവും കാക്കയ്ക്ക് ആഹാരം നൽകിയാൽ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളെ തിരികെ വിളിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ശത്രുനാശം സംഭവിക്കും. ഉയർച്ച, അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ ചതയം നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെ നൽകുന്നതിലൂടെ എവിടെയും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പങ്കാളിയാൽ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും. കാക്ക പ്രധാനമായും കിഴക്ക് വശത്തായി ഇരുന്ന് കരയുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു. പെട്ടെന്ന് തന്നെ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ നിത്യവും കാക്കയ്ക്ക് ആഹാരം നൽകാതിരിക്കരുത്. നൽകുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ നിത്യവും നൽകുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ശനിയാഴ്ച മാത്രം നൽകുക. എല്ലാ നക്ഷത്രക്കാർ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഞാൻ ഈ പരാമർശിച്ച നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും ഈ കാര്യം ശ്രദ്ധിക്കണം. കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ഉയർച്ചയും സൗഭാഗ്യവും വന്നു ചേരും. കാരണം ആ വീടുകളിൽ പിതൃപ്രീതിയും ശനിപ്രീതിയും ഇരട്ടിക്കും. അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.